നേരെ അങ്ങോട്ട് തെങ്കാശിക്ക് പോകുന്നത്. പഴയ കുറ്റാളം അതിലൊക്കെ ഇങ്ങനെ കിടക്കാൻ നല്ല സ്ഥലം കിട്ടുന്നത് നല്ല കാര്യം അല്ലേ? യാത്രയുടെ ലക്ഷ്യം തെങ്കാശി ആയിരുന്നെങ്കിലും പോകുന്ന വഴിയുള്ള എല്ലാ മനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കാണുക എന്നുള്ളത് യാത്രയുടെ ഒരു അജണ്ടയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയുള്ള നമ്മുടെ തെന്മല ഡാം അതൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് കുളത്തൂപ്പുഴയിൽ ചെന്ന് അവിടെയുള്ള മീനുകളെയും ആറിലുള്ള മീനുകളെയും എല്ലാം കണ്ടു. പിന്നെ അവയ്ക്ക് തീറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ ചെറിയൊരു വിശ്രമം കുളത്തൂപ്പുഴയിൽ നടത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത തെങ്കാശി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. തെങ്കാശി യാത്രയ്ക്കിടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയാമോ? ഇത് ഈ കാണുന്ന സ്ഥലമാണ്. അതായത് ഇത് നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഈ മലയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ചെങ്കോട്ടയ്ക്കും ഈ ബോർഡറിൻ്റെ ഇടയിലായിട്ടുള്ള ഈ സ്ഥലം, ഈ താഴ്വര കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രത്യേകിച്ച് നമ്മൾ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആലപ്പുഴ ഇങ്ങനെ ഈ താഴ്വര കാഴ്ചകളില്ലല്ലോ, ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് വന്നപ്പോഴും ഇതേ സെയിം തന്നെയായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു പച്ചപ്പൊക്കെ ഉള്ള സമയമായിരുന്നു ആ സമയം വന്നത്. ഇപ്പോഴല്ല, ഒരു 5-6 വർഷത്തിന് മുമ്പെയാണ് വന്നത്. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. ഇവിടെ കുറച്ച് നേരം നിന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകുക എന്നുള്ളതാണ് യാത്രയിലെ ഒരു ഭാഗം. അത് ഈ രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടല്ല, ഒരു 3-4 പ്രാവശ്യത്തോളം ഞാൻ വന്നിട്ടുണ്ട്. ഈ 4 പ്രാവശ്യം ഇതിങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നിട്ട് കുറേ സമയം ഇവിടെ ഉള്ളിലോട്ടൊക്കെ പോകാം. നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോയി വിശ്രമിക്കാം. വിശ്രമിച്ച് കഴിഞ്ഞ് ഈ കാഴ്ചകളൊക്കെ കാണാം. വിശ്രമിച്ചുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുക എന്നത് ഈ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ്. നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നോക്കി, ആ റോഡ് നോക്കി, സ്ട്രെയിറ്റിൻ്റെ അതല്ലേ. റോഡ് സൈഡിലുള്ള കാഴ്ചകൾ മാത്രം കാണാതെ കുറച്ച് ഉള്ളിലുള്ള കാഴ്ചകൾ, അതായത് റോഡിനുള്ളിലേക്ക് മാറി കുറച്ചുകൂടി വണ്ടി അകത്തോട്ട് വിട്ട് അവിടെയുള്ള കാഴ്ചകളും കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ വണ്ടി, ഒരു ചെറിയൊരു വഴിയുണ്ട് അവിടെ, പുൽത്തകടി പോലെ തന്നെയാണ്, റോഡൊന്നുമല്ല പുൽത്തകടിയാണ്. നേരെ അതുവഴി വണ്ടി കുറച്ച് ഉള്ളിലോട്ടെടുത്തു. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാമായിരുന്നു കുറച്ച് ആടിനെയൊക്കെ അവിടെ മേയ്ക്കുന്നത്, കുറച്ച് ആൾക്കാരെ ഒന്ന് കാണാമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് നേരെ വണ്ടി പോകത്തില്ല. നമുക്ക് അതായത് പറമ്പിൽ നിന്നും കൃഷിയിടത്തിലേക്ക് ഇറങ്ങണം. കൃഷി പോലെ, അതായത് ഒരു വയലാണ്, വയലിലേക്ക് നമുക്ക് ചെല്ലണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് വയൽ രണ്ട് തട്ടിലാണ്. അതായത് വയൽ കുറച്ച് താഴെയും ഈ സാധാരണ നിലം മുകളിലുമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ചാടി കടന്ന് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് ആടിനെയൊക്കെ കണ്ടു. ആടിനെയൊക്കെ അങ്ങനെ കാണുന്നതിനൊരു രസമാണ്. അവിടെയൊക്കെ ഇങ്ങനെ വയലിൽ മേഞ്ഞ് കിടക്കുന്ന ഒരുപാട് ആടുകളും, പിന്നെ നമ്മുടെ താഴ്വാരത്തിൻ്റെ, അതായത് ആ മലയുടെ പശ്ചാത്തലത്തിലുള്ള തെങ്ങും ഈ ആടുകളും എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു വീഡിയോ എത്ര എടുത്താലും നമുക്ക് മതി വരാത്തത്ര ഒരിതാണ്. നമുക്ക് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നിർത്താൻ തോന്നത്തില്ല. ഒരു ബോറടിയില്ലാതെ വീഡിയോ എടുത്തുകൊണ്ട് വരാനേ തോന്നും. കുന്നും മലയൊക്കെ ചാടിക്കടന്ന് പോകുന്ന കണക്ക് ഇവിടെയും ചാടിക്കടന്ന് നേരെ ആടിൻ്റെ അടുത്തെത്തി. ഈ ആടിന് നല്ല രസമാണ് കേട്ടോ, ഈ ആടിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഓരോ കാഴ്ചകളും നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളാണ് തരുന്നത്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത അനുഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ ഓരോ കാഴ്ചകളും തരുന്നത്. ഈ നാട്ടുവഴികളിലൂടെ ആൾക്കാർ നടന്നു പോകുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ നടന്നു പോയതുണ്ടോ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നാറില്ല. എല്ലാവർക്കും തോന്നാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയൊക്കെ. ഇതേ നിൽക്കുന്ന ചേട്ടന് കണ്ട, ഇദ്ദേഹത്തിനോട് ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തി. അതായത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടത് കുറ്റാലത്തേക്കാണ് പോകേണ്ടത്. രണ്ടിടത്തും പോകണം, പഴയ കുറ്റാലവും പുതിയ കുറ്റാലവും പോകണം. അപ്പോൾ അവിടെ വെള്ളമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വെള്ളം കുറവാണെന്ന് പറഞ്ഞു. രണ്ടിടത്തും വെള്ളം കുറവാണ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ കൃത്യമായിട്ട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അറിയാവും, നേരത്തെ പോയിട്ടുള്ളതാണ്. എന്നാലും പുള്ളിയോട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് ചോദിച്ചു വഴിയൊക്കെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ബൈക്ക് വെച്ചിരിക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പലകയൊക്കെ വെച്ചിട്ടൊരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബെഞ്ചല്ല, വേണമെങ്കിൽ നമുക്ക് കിടക്കാൻ വീതിയുള്ളൊരു സംഭവമാണ്. നല്ല കാറ്റും ഇതൊക്കെ കണ്ട് നല്ല പ്രകൃതിയും എല്ലാം കൂടി ചേർന്നൊരു. അപ്പോൾ വിചാരിച്ചു എങ്കിൽ ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം മാറി അങ്ങോട്ട് കിടന്നു. അവിടെ നല്ലൊരു മാവിൻ്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ കിടക്കാൻ പറ്റും.
അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പുതിയ കുറ്റാലത്തേക്ക് പോകാമെന്നാണ്. അങ്ങനെ പുതിയ കുറ്റാലത്തേക്ക് തന്നെ പോയി. അത് ചെങ്കോട്ട ടൗണൊക്കെ കഴിഞ്ഞ് നേരെ പുതിയ കുറ്റാലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. ഒരു അത്യാവശ്യം വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിട്ടുണ്ട് കുറ്റാലം. ടൂറിസ്റ്റ് പ്ലേസാണ്, നേരത്തെ തന്നെ നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം വളരെ കുറവായിരുന്നു. മഴ സീസണായിട്ടും മഴ പെയ്യാത്തതിൻ്റെ എല്ലാം അവിടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളമില്ല, വെള്ളം തീരെ നേർത്ത വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. പിന്നെ അതുകൊണ്ടാണ് അവിടെ മൊത്തം വെള്ളം നിറഞ്ഞു കിടക്കേണ്ട പല ഭാഗങ്ങളും വെള്ളമില്ലാതെ കിടന്നിട്ടും അതിൻ്റേതായ ഒരു വൃത്തികേടൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടെ മൊത്തം കണ്ട് ഏകദേശം കണ്ട് പിന്നെ ഞങ്ങൾ പഴയ കുറ്റാലത്തേക്ക് പോകാനായി വീണ്ടും യാത്ര തിരിച്ചു. വെള്ളം ഉണ്ടെങ്കിലും ഓക്കെയാണ്.